നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരാൾക്ക് താല്പര്യമില്ലാത്ത കാര്യം നിർബന്ധിച്ച് ചെയ്യിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. മതിയടാ, ഇതിന്റെ പേരിൽ ഓവർ സെന്റിമെന്റ്സിനൊന്നും നിനക്ക് അർഹതയില്ല. പിന്നെ വീണയുടെ കാര്യമാണെങ്കിൽ മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം അവളില് വല്ലാത്തൊരു മാറ്റമുണ്ട്. അവള് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിരിക്കുന്നതോ മുത്തശ്ശിയെ വല്ലാതെ സ്നേഹിക്കുന്നതോ ഞാനും അമ്മാവനും കണ്ടിട്ടേയില്ല. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് മുത്തശ്ശിയെ വലിയ ഇഷ്ടമായിരുന്നു എന്നാ തോന്നുന്നത്. മുത്തശ്ശി മരിച്ച ദിവസം മുതൽ അവള് പലപ്പോഴും തനിച്ചിരിക്കുന്നത് കാണാം, കണ്ണ് നിറഞ്ഞിരിക്കുന്നതും കാണാം. ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായൊരു ഉത്തരവില്ല, വെറും ഒരു മൂളല് മാത്രം. അതങ്ങനെയാടാ, ചിലര് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോ പെട്ടെന്നങ്ങ് പൊരുത്തപ്പെടാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ, കുറച്ച് ദിവസം കൂടി അങ്ങ് ക്ഷമിക്കുക. അവളുടെ മനസ്സ് നേരെയാവുമ്പോ ഇതിനുള്ള മറുപടി ചോദിക്കുകയും ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നിനക്കങ്ങ് പിടിച്ച് തരികയും ചെയ്യാം. എന്നാലും പെട്ടെന്ന് വന്ന ഭാവമാറ്റം കണ്ടോ, ഒരു നിരാശാകാമുകന്റെ. അത് ഗംഭീരായിട്ടുണ്ട്. നിനക്കത് പെട്ടെന്ന് മനസ്സിലാവും. നിന്റെ അവസ്ഥ അത് തന്നെയല്ലേ. എടാ, ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചാലേ അത് വൃത്തിയായിട്ട് അങ്ങ് തീർക്കണം, അല്ലാതെ അടുത്തയിലോട്ട് തുടക്കം ഇടരുത്. അല്ലെങ്കിൽ തന്നെ എന്റെ നിരാശയ്ക്ക് എന്താ വില? പണ്ട് കൊച്ചു പിള്ളേരെ ആകാശത്തിലെ മഴവില്ല് കണ്ടിട്ട് അതിനെ താഴെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലെന്ന് ചിന്തിക്കും. മാനം തെളിയുമ്പോൾ മഴവില്ലങ്ങ് പോവും. ആരൊക്കെ പോയാലും ഹരിയെ വിട്ടു പോവാത്ത ഒന്നേ ഈ ലോകത്തുള്ളൂ, മനസ്സുകൊണ്ട് സ്നേഹിച്ച എന്റെ മണ്ണ്. അതിലിറങ്ങി പണിയുമ്പോ കിട്ടുന്ന സുഖമൊന്നും ലോകത്തൊരു മഴവില്ലിനും ഇല്ലടാ. ശരവണ, 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 റിലാക്സ് റിലാക്സ് റിലാക്സ്. ഇവിടെ ഇപ്പോ ആരുമില്ലല്ലോ. ഇല്ലേ, யாராவது വേണമാ? ശരവണ ഇരിക്ക്. എനിക്ക് ശരവണനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നാ മാഡം? നിന്റെ സാറിന് സ്ത്രീകളോടെന്താ ഇത്ര വിരോധം? ഒരാളോടല്ല, എല്ലാ സ്ത്രീകളോടും വിരോധമുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്ക് தெரியாத മാഡം. അത് ഞാൻ വിശ്വസിക്കില്ല. ജീവന്റെ എല്ലാ പ്രവൃത്തികൾക്കും കൂട്ടുനിൽക്കുന്നത് നീയാ. ജീവൻ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ എന്തൊക്കെയാണെന്ന് ശരവണന് വ്യക്തമായിട്ട് അറിയാം. എന്തിന് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പോലും എത്രമാത്രം അയാൾ ദ്രോഹിക്കുന്നുണ്ടെന്ന് ശരവണൻ അറിയില്ലേ? മാഡം, ഞാൻ ഇങ്ങ സർവന്റ് മട്ടുംതാൻ. വെറും സർവന്റ് അല്ല, ജീവനെ കുറിച്ച് എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാളാ. പറ. മാഡം, മാഡം പോങ്ക മാഡം, എനിക്ക് ഭയമാ ഇருக்கு. ഭയം വരണമെങ്കില് അതിന് കൃത്യമായ കാരണം ഉണ്ടാവണല്ലോ. ആ കാരണമാ ചോദിച്ചത്. എനിക്കൊന്നും തെരിയില്ല മാഡം. ജീവൻ ഈ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ ഞാൻ ജീവന്റെ അമ്മയെ അറിയിച്ചാലോ? സ്വന്തം മകൻ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണെന്ന് കഴിച്ചു കൂട്ടുന്ന അമ്മ അത് സഹിക്കോ ശരവണ? അപ്പടിയൊന്നും പണ്ണാതെ മാഡം. ജീവൻ തെറ്റുകാരനാണെന്ന് അറിഞ്ഞാല് അത് ചിലപ്പോ അവന്റെ അമ്മ ക്ഷമിക്കും. കാരണം ജീവൻ അവരുടെ മകനാ. പക്ഷെ ഈ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം ജീവന്റെ കൂട്ടാളി നീയാണെന്ന് മാഡത്തിനോട് പറഞ്ഞ ആ നിമിഷം അവര് നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. അത് വേണോ? അമ്മ അപ്പടിയൊന്നും പണ്ണക്കൂടാതെ. എനിക്ക് വീട് നാട് എല്ലാം ഇന്ത കുടുംബത്താ. പോകാൻ വേറെ ഇടമില്ല. എങ്കിൽ പറ, ജീവൻ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? മാഡം, വേറെ ആരോടും ചൊല്ലക്കൂടാതെ. ഇല്ല, ശരവണനെ എന്നെ വിശ്വസിക്കാം. அது வந்து ஒரு பெரிய கதை. ஜீவன் சாருக்கு ஒரு 10 வயசு இருக்கு. அப்ப நடந்த ஒரு சம்பவம். சுஜாதா மேடத்துக்கு ஒரு பிரதர் இருந்தாச்சு. அவரை பேரு பவித்ர. அவரு வேற ஒரு டைப் மேடம். அவருக்கு ஃப்ரெண்ட்ஸ் கிடையாது. குடும்பத்துக்குள்ள கூட அவர் ஆள் ஒரு தனி ஆளாத்தான் இருந்து, யாரோடும் அதிகமா பேசாத ஒரு ஆளாத்தான் இருந்து.
அவரை எல்லாரும் களியாக்கும். கூட்டத்தில் சேராதவரெந்தெல்லாம் சொல்லிட்டு இருந்து அவரை பார்த்தாலே ஒரு பழஞ்ச மாதிரி தான் இருந்து. ஆனாலும் அவரை தேடி ஒரு நாள் ஒரு பொண்ணு வந்தாச்சு. அழகான ஒரு பொண்ணு. அந்த பொண்ணு கொஞ்சம் மாடர்னா தான் இருந்து. அந்த பெண்ணுக்கு எப்படி பவித்ர சாரோட இஷ்டம் தோணின்னு யாருக்குமே தெரியாது. ஆனா அதுக்கப்புறம் எல்லாமே திடீர்னு சேஞ்ச் ஆயிடுச்சு. அவர் சிரிக்க ஆரம்பிச்சு, எல்லாரோடும் பேச ஆரம்பிச்சு. எப்ப பார்த்தாலும் அவரோட முகத்து சந்தோஷம் தான். എന്നിട്ട് பவித்ர சாருக்கு பெரிய சேலரி இருந்தாச்சு. அந்த சேலரியும் வீட்டில் இருந்த பணம் எல்லாம் அவர் அந்த பெண்ணுக்காக செலவழிச்சு. அந்த பொண்ணுக்கு ட்ரெஸ் வாங்கி கொடுத்தாச்சு, ஆர்னமெண்ட்ஸ் எல்லாம் வாங்கி கொடுத்தாச்சு. எங்க போனோம் அங்க எல்லாம் கூட்டிட்டு போயாச்சு. എന്നിട്ട് അവര് വിവാഹം കഴിച്ചോ? இல்ல மேடம். கொஞ்ச நாள் கழிஞ்சு பவித்ர சாரோட கையிலிருந்து எல்லாம் வாங்கி எடுத்துட்டு அவரு வேற ஒரு ஆளுக்கிட்ட போயாச்சு. போட்டுமே. ஆனா அந்த டைம்ல ஜீவன் சாருக்கு வந்து எல்லாமே அந்த அங்கிள் தான். சுஜாதா மேடத்தைக்காலும் ரகு சாரைக்காலும் அவருக்கு அந்த அங்கிள் தான் பிடிக்கும். எல்லாம் போயாச்சு மேடம். அந்த பொண்ணு போயதுக்கு அப்புறம் அவர் ஒரு வாட்டி கூட யாரோடும் பேசாம ஆயிடுச்சு. உண்ணாம உறங்காத அப்படியே ரொம்ப நாள் போயிடுச்சு. அதுக்கப்புறம் ஒரு நாள் ஜீவன் சாரு അങ്ങളോട് മുറിയിലേക്ക് ചെന്നപ്പോ അയ്യോ അമ്മാവാ അമ്മാവാ அதுக்கப்புறம் மேடம் ஜீவன் சார் இப்படி ஆயிடுச்சு. இப்ப கூட அந்த அங்களோட நினைவு தான் அவரோட மனசு இருக்கு. அந்த மாதிரி எது பெண்ணை பார்த்தாலும் ஜீவன் சாருக்கு அதுதான் ஞாபகம் வரும். ஜீவன் சாரோட மனசு அது போகாத மேடம். காரணம் அந்த மனுஷன் சாருக்கு உயிராயிருந்தது. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.